Meet the editors. കാലാനുസൃതമായ മാറ്റമോ എന്നാണ് ചോദ്യം. കാലാനുസൃതമായ മാറ്റമാണോ സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാല ബിൽ അവതരിപ്പിക്കാനുള്ള ഇടതുപക്ഷ സർക്കാരിൻ്റെ തീരുമാനമെന്നാണ് ചോദ്യം. ഉണ്ണി ബാലകൃഷ്ണൻ 2011 UDF കൊണ്ടുവന്നു. 2016 ഒരു ആഗോള വിദ്യാഭ്യാസ സംഗമം നടത്താൻ അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ ശ്രമിച്ചു. TP ശ്രീനിവാസനെ അന്ന് SFI വിദ്യാർത്ഥികൾ അടിച്ചിടുന്ന ദൃശ്യം കണ്ടു. അത് വലിയ കളങ്കമുണ്ടാക്കിയതാണ്. പിന്നീട് കടകംപള്ളി സുരേന്ദ്രൻ മാപ്പ് പറഞ്ഞു. ഇന്നിപ്പോൾ ആ ബില്ല്, സ്വകാര്യ സർവകലാശാല ബിൽ സംസ്ഥാനത്ത് അനുവദിക്കാൻ വേണ്ടി സർക്കാർ തയ്യാറെടുക്കുമ്പോൾ അത് കാലാനുസൃത മാറ്റമെന്നാണ് ന്യായം. അങ്ങനെയാണോ? കാലാനുസൃതമായ മാറ്റമാണ് ഇപ്പോൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നതെന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ആർ ബിന്ദു എന്ന് പറഞ്ഞത്. പ്രശ്നം ഇവിടെയാണ് ഇപ്പോൾ കാലാനുസൃതമായത്. ലോകത്ത് കാലമൊക്കെ നേരത്തെ തന്നെ സംഭവിച്ച് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. താങ്കളിപ്പോൾ നേരത്തെ താങ്കളുടെ ഡിബേറ്റിൽ പറഞ്ഞതുപോലെ വൈകി വന്ന വിവേകം എന്ന് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. നോക്കൂ, ഇപ്പോൾ അരുൺ പറഞ്ഞല്ലോ 2016 ആഗോള വിദ്യാഭ്യാസ സംഗമം നടത്തി. ആ സമയത്ത് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ വൈസ് ചെയർമാനായിരുന്ന TP ശ്രീനിവാസനെ കരിയോയിലൊഴിക്കുകയും മർദ്ദിക്കുകയൊക്കെ ചെയ്തു SFI. അതിന് പിന്നീട് കടകംപള്ളി സുരേന്ദ്രൻ മാപ്പ് പറയുകയും ചെയ്തു. അന്ന് പക്ഷേ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ട്. നമ്മൾ ആ രാഷ്ട്രീയ സാഹചര്യത്തെ മറന്നു പോകരുത്. ഇപ്പോൾ 2001 അന്ന് അധികാരത്തിൽ വന്ന AK ആൻ്റണി നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണല്ലോ ഈ സ്വാശ്രയ കോളേജ് എന്ന് പറയുന്നത്. 2 സ്വാശ്രയ കോളേജ് സമം ഒരു ഗവൺമെൻറ് കോളേജ് എന്നാണല്ലോ പറഞ്ഞിരുന്നത്. അങ്ങനെ ധാരാളം കോളേജുകൾ കേരളത്തിൽ അനുവദിക്കപ്പെടുകയും ചെയ്തു. മദ്യമുതലാളിമാർ കോളേജ് തുടങ്ങി, കശുവണ്ടി മുതലാളിമാർ കോളേജ് തുടങ്ങി, ഷീറ്റിട്ട മേൽക്കൂരയ്ക്ക് താഴെ ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജുകൾ ഉണ്ടായി. ആ രീതിയിലൊക്കെ ഈ പറയുന്ന വിദ്യാഭ്യാസ കച്ചവടം വളരെ ശക്തമായി തന്നെ പുരോഗമിച്ചു. അവിടുത്തെ ഒരു പ്രശ്നം എന്തായിരുന്നു? നമ്മളെന്താ പറഞ്ഞിരുന്നത്? AK ആൻ്റണി നമ്മളോട് പറഞ്ഞത് എന്താണ്? 50% സീറ്റ് മെറിറ്റി കൊടുക്കും, പിന്നെ 50% സീറ്റാണ് മാനേജ്മെൻറ്റിൻ്റെ കൈവശമുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 2 സ്വാശ്രയ കോളേജുകൾ ചേരുമ്പോൾ 100 സീറ്റുകളാണ് പിന്നെ ഈ പറയുന്ന സാധാരണ വിദ്യാർത്ഥികൾക്ക് കിട്ടുക. ആ അർത്ഥത്തിലാണ് 2 സ്വാശ്രയ കോളേജ് സമം ഒരു ഗവൺമെൻറ് കോളേജ് എന്ന് പറയുന്നത്. AK ആൻ്റണിക്ക് തന്നെ പിന്നീട് അക്കാര്യത്തിലൊരു കുറ്റബോധമുണ്ടായല്ലോ. അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞല്ലോ ഇത് ഒരു വലിയ പരാജയമായി പോയി എന്ന്. കാരണം എന്താ സംഭവിച്ചത്? അവിടെ ഏതെങ്കിലും തരത്തിലുള്ളൊരു സംവരണ തത്വം പാലിക്കപ്പെട്ടിട്ടുണ്ടോ? അവിടെ ഈ പറയുന്ന മെറിറ്റിലുള്ള വിദ്യാർത്ഥികൾക്ക് പിന്നെ അഡ്മിഷൻ കൊടുത്തിട്ടുണ്ടോ? അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഫീസ് ഇളവ് നടപ്പാക്കിയോ? അവിടെ ഏതെങ്കിലും തരത്തിലുള്ള സ്കോളർഷിപ്പ് കൊടുത്തോ? അങ്ങനെ ഒരു പദ്ധതിയും നടപ്പാക്കിയിട്ടില്ല. അങ്ങനെ പദ്ധതിയൊന്നും നടപ്പാക്കാതെ വലിയ രീതിയിൽ വിദ്യാഭ്യാസ കച്ചവടം 2001 അന്നത്തെ UDF സർക്കാർ നടപ്പാക്കിയ ഒരു പദ്ധതിയുടെ ഭാഗമായി കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെന്നേ 2016 ഈ പറയുന്ന അതേ UDF ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടൊരു ആഗോള വിദ്യാഭ്യാസ സംഗമം സ്വകാര്യ വൽക്കരണത്തിന് വേണ്ടി നടത്തുന്നത്. ആശങ്കകൾ ഉണ്ടാകുന്നേ. ആ ആശങ്കകളുടെ അടിസ്ഥാനത്തിലാണ് SFI ആ സമരം ചെയ്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോക്കൂ, ഇപ്പം രാജ്യത്തെ ഈ പറയുന്ന NCERTയുടെ പാഠപുസ്തകങ്ങളിൽ വലിയ രീതിയിലുള്ള കാവ്യവൽക്കരണം വരുത്തുന്നതിനെതിരായിട്ട് ശബ്ദമുയർത്തിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളല്ലേ? അതിനെതിരായിട്ടുള്ള ഒരു പൊതുബോധ നിർമ്മാണത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത് ഇടതുപക്ഷ രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനകളല്ലേ? ഇന്ന് കേരളത്തിൽ ഈ പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഗവർണർ ഈ പറയുന്ന സർവകലാശാലകളിലേക്ക് ഇത്തരത്തിലുള്ള ആശയങ്ങളുടെ ആളുകളെ നുഴഞ്ഞു കയറ്റി അധികാരം പിടിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരായിട്ട് SFI സമരം നടത്തിയിട്ടില്ലേ? ആ സമരങ്ങളൊക്കെ തെറ്റായ സമരങ്ങളായിരുന്നില്ലല്ലോ. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ചില സോഷ്യൽ ആങ്സൈറ്റീസ് ഉണ്ടാകും. ആ സോഷ്യൽ ആങ്സൈറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് ചില സമരങ്ങളുണ്ടാകും. ആ സമരങ്ങൾ ചില ഘട്ടങ്ങളിൽ തെറ്റാകാം, ചില ഘട്ടങ്ങളിൽ ശരിയുമാകാം. അപ്പോൾ 2016 അന്ന് അത്തരത്തിലുള്ള ഒരു സമരവുമായിട്ട് SFI വരുന്നതിന് യഥാർത്ഥത്തിൽ അതിനു മുമ്പ് കേരളത്തിൽ UDF സർക്കാർ തുറന്നുവിട്ടൊരു സ്വാശ്രയ ഭൂതത്തിൻ്റെ പ്രശ്നം കൂടി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ സ്വകാര്യ സർവകലാശാലകൾ ഇപ്പോൾ വരുന്നു. തീർച്ചയായിട്ടും ശരിയാണ്. 2016 അതിനെ എതിർത്ത ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് പിന്നീടൊരു ലെഫ്റ്റ് ആൾട്ടർനേറ്റീവ് അക്കാര്യത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ ലെഫ്റ്റ് ആൾട്ടർനേറ്റീവ് അവർക്ക് കൊണ്ടുവരാൻ കഴിയാതെ പോയത് അവരുടെ പരാജയമാണ്. അത് ആ പാർട്ടി അഭിസംബോധന ചെയ്യേണ്ട പ്രശ്നമാണ്. അക്കാര്യത്തിൽ മാപ്പ് പറയണോ എന്നൊക്കെയുള്ളതും ആ പാർട്ടി തന്നെ തീരുമാനിക്കട്ടെ. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താ? സ്വകാര്യ സർവകലാശാലകൾ വരണോ വേണ്ടയോ എന്നുള്ളത് തന്നെയാണ് അടിസ്ഥാനപരമായ ചോദ്യം. അതിൽ വരണമെന്ന പക്ഷക്കാരനാണ് ഞാൻ. അക്കാര്യത്തിൽ ചില ആശങ്കകളും എനിക്കുണ്ട്. എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളുടെ ഈ പറയുന്ന പൊതു സർവകലാശാലകളുടെ ഒരു അവസ്ഥ എന്താണ്? ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് അടിസ്ഥാന വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ഏതാണ്ട് 100% വിജയമായിട്ടുള്ളൊരു സംസ്ഥാനമാണ്. അക്കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. പക്ഷേ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയുമാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അത് രാജ്യത്തെ തന്നെ ഒരു പ്രശ്നമാണ്. രാജ്യത്താണെങ്കിലും സംസ്ഥാനത്താണെങ്കിലും പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് മാറ്റിവെക്കുന്ന ബഡ്ജറ്ററി അലോക്കേഷൻ ഉണ്ടല്ലോ, ഓരോ വർഷവും കുറഞ്ഞു വരികയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ തുക കൂടുതലായിരിക്കും, പക്ഷേ അതിൻ്റെ പെർസെൻറ്റേജ് കുറവാണ്. ഇപ്പോൾ നമ്മുടെ NEP ഉണ്ടല്ലോ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, കേന്ദ്ര സർക്കാർ തന്നെ പാസ്സാക്കിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നിർബന്ധമായും സർക്കാരുകളോട് പറഞ്ഞിരിക്കുന്നത് എത്രയാണെന്നറിയാമോ? GDP-യുടെ 6% എഡ്യൂക്കേഷന് വേണ്ടി മാറ്റിവെക്കണം എന്നാണ്. പക്ഷേ നമുക്കത് മീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. 3 to 4%
5% നമ്മൾ മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ സ്ഥിതിയും ഇതാണ്. ഇപ്പോൾ ലാസ്റ്റ് അവതരിപ്പിച്ച ബജറ്റിൽ ഏതാണ്ട് 2300 കോടി രൂപയാണ് നമ്മൾ ഈ എഡ്യൂക്കേഷൻ സെക്ടറിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. അതിൽ തന്നെ 1080 കോടി എന്തിനാണെന്നറിയാമോ? സ്കൂൾ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ 400 കോടി രൂപ നമ്മൾ എന്തിനാണ് മാറ്റിവെച്ചിരിക്കുന്നത് അറിയോ? മിഡ് ഡേ മീൽ നടപ്പാക്കാനാണ് മാറ്റിവെച്ചിരിക്കുന്നത്. 150 കോടി നമ്മൾ മാറ്റിവെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയോ? സ്കൂളിലെ കുട്ടികൾക്ക് യൂണിഫോം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അതേപോലെ 3281 കോടി രൂപയുടെ വേറൊരു ഫണ്ട് നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? SC, ST, OBC മൈനോറിറ്റി കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നോക്കൂ, ഒരു സർക്കാരിന് ഇത്തരത്തിലുള്ള വലിയ സാമൂഹിക ഉത്തരവാദിത്തങ്ങളുണ്ടെന്നേ. ആ സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ഫണ്ടുകൾ മാറ്റിവെക്കുമ്പോൾ നമുക്ക് നമ്മുടെ വലിയ സർവകലാശാലകൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനും പുതിയ തരത്തിലുള്ള ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അടക്കമുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരുന്നതിനൊക്കെ പരിമിതികൾ ഉണ്ടാകുന്നു. അത് നമ്മുടെ ഒരു സാമ്പത്തികമായ ഞെരുക്കത്തിൻ്റെ കൂടെ പ്രശ്നമാണ്. അതൊരു വലിയ ബാധ്യതയായിട്ട് വരുന്നു. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നോക്കിയോളൂ, മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്ക് കൊടുത്തിരിക്കുന്നത് എത്രയാണെന്നറിയാമോ? 70 കോടി രൂപ. കുസാറ്റാണല്ലോ നമ്മുടെ നാട്ടിലൊരു സാങ്കേതിക സർവകലാശാല, എത്ര കൊടുത്തിരിക്കുന്നറിയാമോ? 69 കോടി രൂപ. അതേപോലെ തന്നെ ഈ ഒരു 7 സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 7 സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസിന് മാറ്റിവെച്ചിരിക്കുന്ന തുക എത്രയാണെന്നറിയാം? 25 കോടി രൂപ. ഒരു കെട്ടിടം പണിയാൻ തികയില്ലെന്നേ. പക്ഷേ ഒരു നീക്കിയിരിപ്പാണ്, ഒരു ശ്രമമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള പൊതുവിദ്യാഭ്യാസ രംഗത്തേക്ക് വലിയ രീതിയിൽ മുതൽ മുടക്കാൻ കേന്ദ്ര സർക്കാരിനോ സംസ്ഥാന സർക്കാരിനോ കഴിയാത്തൊരു സാഹചര്യം യഥാർത്ഥത്തിൽ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്വകാര്യ സർവകലാശാലകളെ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു സാമ്പത്തിക സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, പൊതു സർവകലാശാലയുടെ അവസ്ഥ എന്താണെന്നറിയോ? കൃത്യമായ ശമ്പളം കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്കാണ് പൊതു സർവകലാശാലകൾ പോകുന്നതെന്നുള്ളതാണ്. ആ രീതിയിൽ നിൽക്കുമ്പോഴാണ് AI പോലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിലേക്കൊക്കെ നമ്മൾ വരണം. അങ്ങനെ നമ്മൾ വരണമെങ്കിൽ നമുക്ക് അതിനും മാത്രം പണം ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ രാജ്യത്ത് ഏതാണ്ട് 430ഓളം സ്വകാര്യ സർവകലാശാലകളുണ്ട്. ഈ 430 സ്വകാര്യ സർവകലാശാലകളിൽ നോക്കിയാൽ ലോകത്ത് തന്നെ എണ്ണം പറഞ്ഞ കുറച്ച് സർവകലാശാലയുണ്ട്. ഇപ്പോൾ അമിറ്റി യൂണിവേഴ്സിറ്റി ഒരു മോശപ്പെട്ട യൂണിവേഴ്സിറ്റി അല്ല. അസീം പ്രേംജി യൂണിവേഴ്സിറ്റി ഗംഭീര യൂണിവേഴ്സിറ്റിയാണ്. നമ്മുടെ സംസ്ഥാനത്തിന് തൊട്ടപ്പുറത്താണ് മണിപ്പാൽ യൂണിവേഴ്സിറ്റി, ഗംഭീര യൂണിവേഴ്സിറ്റിയാണ്. തമിഴ്നാട്ടിലെ ശിവനാടാർ യൂണിവേഴ്സിറ്റി നല്ല യൂണിവേഴ്സിറ്റിയാണ്. ബാംഗ്ലൂരിലുള്ള ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി നല്ല യൂണിവേഴ്സിറ്റിയാണ്. മുംബൈയിലുള്ള സിംബയോസിസ് ഗംഭീര യൂണിവേഴ്സിറ്റിയാണ്. ഈ യൂണിവേഴ്സിറ്റികളൊക്കെയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് എങ്കിൽ നിശ്ചയമായും നമുക്കത് ഗുണകരം തന്നെയാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക്. കാരണം എന്താണ്? നമ്മുടെ ഈ പൊതു സർവകലാശാലകളിലെ വിദ്യാഭ്യാസത്തിൻ്റെ അവസ്ഥ അങ്ങേയറ്റം മോശമായിരിക്കുന്നൊരു സാഹചര്യമുള്ളപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ധാരാളമായ വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവരുടെ അവരുടെ ലക്ഷ്യത്തെ മീറ്റ് ചെയ്യാൻ നമുക്ക് കഴിയാതെ വരുന്നു. ഇനി പുറത്തേക്ക് പോകുന്ന ആളുകൾക്ക് ഉള്ള വേറൊരു പ്രത്യേകത എന്താ? അവർ പുറത്തു പോയിട്ട് സെറ്റിൽ ചെയ്യുക, അവിടെ തന്നെയൊക്കെ സെറ്റിൽ ചെയ്യുക. ആ രീതിയിലാണ് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സ്ഥലം ഇവിടെ ഉണ്ടാക്കാൻ കഴിയുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. പ്രധാനമായും ഇത്തരം യൂണിവേഴ്സിറ്റികൾ ആയിരിക്കണം ഇങ്ങോട്ട് വരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ 430 സ്വകാര്യ സർവകലാശാലകൾ എന്ന് പറയുമ്പോഴുണ്ടല്ലോ, ഈ ഛത്തീസ്ഗഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാം? അവിടെ ജില്ല തിരിച്ച് യൂണിവേഴ്സിറ്റി ഉണ്ട്. ഓരോ സ്ഥലങ്ങളിലും അവിടെ ഓരോ ജില്ലയിൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ഈ കായംകുളം MSM കോളേജിൽ നമ്മുടെ നിഖിൽ തോമസ് SFI നേതാവാ, അദ്ദേഹം ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയായിരുന്നു. എവിടെയാണെന്നറിയാമോ? കലിംഗ യൂണിവേഴ്സിറ്റിയുടെ, ഛത്തീസ്ഗഡിൽ നിന്ന്. റായ്പൂർ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ജില്ല തിരിച്ച് യൂണിവേഴ്സിറ്റി ഉണ്ട്. ആ രീതിയിലുള്ള യൂണിവേഴ്സിറ്റികൾ വരാതിരിക്കണം. അത് പാടില്ല എന്നുള്ളത് ഉറപ്പാക്കാൻ നമുക്ക് കഴിയണം. ഒപ്പം തന്നെ കേരളത്തിൽ നിന്ന് ഉള്ള യൂണിവേഴ്സിറ്റികൾ, ഇപ്പോൾ അമൃത യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് കോയമ്പത്തൂർ ആസ്ഥാനമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള യൂണിവേഴ്സിറ്റിയാണ്, നല്ല യൂണിവേഴ്സിറ്റിയാണ്. ആ കാര്യത്തിലൊന്നും തർക്കമില്ല. ഇപ്പോൾ രാജഗിരി കോളേജ് ഗംഭീരമായിട്ടാണ്, ക്യാമ്പസിൽ പോയാൽ നമുക്കറിയാം, അതിഗംഭീരമായിട്ടാണ് അവർ കാര്യങ്ങളൊക്കെ നടപ്പാക്കുന്നത്. അവർക്കൊരു യൂണിവേഴ്സിറ്റിയായി മാറാൻ കഴിയുകയാണെങ്കിൽ നല്ലതാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ പ്രശ്നം എന്താണ്? നമ്മൾ ഇവിടെ എത്രത്തോളം നമുക്കൊരു റെഗുലേറ്ററി പവർ ഉണ്ട് എന്നുള്ളതാണല്ലോ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. ഞാനിപ്പോൾ അവരുടെ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന കരട് നോക്കുമ്പോൾ കരടിനകത്ത് പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് 40% സംവരണം ഉറപ്പാക്കും, സീറ്റുകൾ ഉറപ്പാക്കും എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സംവരണ തത്വങ്ങൾ പാലിക്കണമെന്ന് നിർബന്ധമായും ഈ കരടിൽ പറയുന്നുണ്ട്. മൂന്നാമതൊരു കാര്യം, ഈ കാര്യത്തിനകത്ത് ഫീസിൻ്റെ നിയന്ത്രണം ഇല്ല. അക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഒരു പൈസയും സഹായിക്കില്ല. പക്ഷേ ഫീസിൻ്റെ കാര്യത്തിനകത്ത് അവർക്കൊരു നിയന്ത്രണം ഉണ്ടാകില്ല. അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് അവർ വിചാരിക്കുന്നുമില്ല. അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത് സർക്കാർ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അതുപോലെ തന്നെ വിദഗ്ധ സമിതി വേണമെന്ന് പറയുന്നുണ്ട്. അതിനകത്ത് ഒരു അക്കാദമിക് വിദഗ്ധൻ ഉണ്ടാകണം, ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി അതിൽ പങ്കാളിയായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ജില്ലാ കളക്ടർ, ഏത് ജില്ലയിലാണോ ഈ സർവകലാശാല പ്രവർത്തിക്കുന്നത് അവിടുത്തെ കളക്ടർ ആ സമിതിയിൽ അംഗമായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ, സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ ഒരു നോമിനി അവിടെ ഉണ്ടാകണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗവേണിംഗ് കൗൺസിലിൽ സർക്കാരിൻ്റെ പ്രതിനിധികൾ വേണം എന്ന് പറയുന്നുണ്ട്. അക്കാദമിക് കൗൺസിലിൽ സർക്കാരിൻ്റെ 3 നോമിനികൾ വേണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഭിന്നമായി റെഗുലേറ്റ് ചെയ്യാൻ കഴിയുന്നത്ര റെഗുലേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഈ കരടിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇനിയിപ്പോൾ ഈ ഫീസിൻ്റെ 2-3 കാര്യങ്ങൾ സർക്കാർ ഉറപ്പാക്കാൻ കഴിയണം. സംവരണ തത്വം പാലിക്കുന്നു എന്നുള്ളതൊരു പ്രശ്നം തന്നെയാണ്. കാരണം എന്താ അറിയോ, ഇപ്പോൾ സംവരണ തത്വം, ഇപ്പോൾ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി കേരളത്തിൽ വന്നിട്ടൊരു
പിന്നെ സർവകലാശാല ആരംഭിക്കാമെന്ന് വിചാരിക്കാം. അതൊരു ന്യൂനപക്ഷ വിഭാഗം നടത്തുന്ന സർവകലാശാലയാണ്. അവർ വേണമെങ്കിൽ നാളെ ഇവിടുത്തെ ഈ സംവരണതത്വം പാലിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിലേക്ക് പോയാൽ സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി സമ്പാദിച്ചു വന്നു കഴിഞ്ഞാൽ പ്രശ്നമായി. അപ്പോൾ ഈ രീതിയിലുള്ള ആശങ്കകൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോഴും നമുക്ക് ഈ സ്വകാര്യ പിന്നെ സർവകലാശാലകൾക്കെതിരായൊരു നിലപാടെടുക്കാൻ കഴിയില്ല. രണ്ട് കാരണങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. ഒന്ന്, നമുക്ക് പൊതു ഫണ്ടിങ് കൊണ്ട് നമ്മുടെ സർവകലാശാലയെ ഉയർത്താനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും ആധുനിക വിദ്യാഭ്യാസവും നൽകുന്ന രീതിയിൽ സ്വകാര്യ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിച്ചേ പറ്റൂ. അതാണ് ഒന്നാമത്തെ കാര്യം. അങ്ങനെ പ്രോത്സാഹിപ്പിച്ചാൽ മാത്രമേ നാട്ടിലുള്ള നമ്മുടെ കുട്ടികൾക്ക് ഗുണപ്രദമാകുന്ന ഒരു വിദ്യാഭ്യാസ സാഹചര്യം ഇവിടെ കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയൂ. ഒരിക്കൽ കൂടി പറയാം, അടിസ്ഥാന വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ വളരെ മികച്ച ആളുകളാണ്. പക്ഷേ ഇപ്പോഴും ഒരു സത്യമുണ്ടല്ലോ, MA ലിറ്ററേച്ചർ പാസ്സായ ഒരാൾക്ക് നല്ല രീതിയിലൊരു കത്തെഴുതാനും കഴിയുന്നില്ല, നല്ല രീതിയിലൊരു ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യാനും കഴിയുന്നില്ല എന്നുള്ളൊരു സാഹചര്യം പോലും ഉണ്ട് എന്ന് തമാശയ്ക്ക് പറയും. അപ്പോൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എപ്പോഴും ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സ്വകാര്യ സർവകലാശാലകൾ വരുന്നത് നല്ലതാണ്. എന്നാൽ അത് കൃത്യമായി റെഗുലേറ്റ് ചെയ്യപ്പെടുകയും സാമൂഹിക നീതി ഉറപ്പാക്കും വിധത്തിൽ അത് നടപ്പാക്കാൻ കഴിയുകയും ചെയ്യണം. അതിന് ഇടതുപക്ഷ സർക്കാരിനൊരു ഉത്തരവാദിത്വമുണ്ട്. അവരത് നിർവഹിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാലാനുസൃത മാറ്റമാണോ എന്ന ചോദ്യത്തിന് കാലം കടന്നുള്ള അല്ലെങ്കിൽ വൈകിയുള്ള ഒരു വിവേകം എന്നതാണ് എൻ്റെ ഒരു ടേക്ക് ഈ വിഷയത്തിൽ. ഞാൻ 2 സ്റ്റാറ്റിസ്റ്റിക്സ് പറയാം. ഒന്ന്, തമിഴ്നാട്ടിൽ നിലവിൽ 29ഓളം ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റികളുണ്ട്. 6 സ്വകാര്യ സർവകലാശാലകളുണ്ട്. കർണാടകത്തിൽ 29 സർവകലാശാലകളാണ് ഉള്ളത്, സ്വകാര്യ സർവകലാശാലകളാണുള്ളത്. ഇന്ത്യ ഒന്നാകെ നോക്കിക്കഴിഞ്ഞാൽ 433 സ്വകാര്യ സർവകലാശാലകൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സർവകലാശാലകൾക്ക് എന്തുകൊണ്ടാണ് കേരളത്തിൽ പ്രവർത്തിക്കാൻ സാഹചര്യം ഒരുങ്ങുന്നത്? ഇതാണല്ലോ പ്രധാനപ്പെട്ട ചോദ്യം. ഞാൻ അമേരിക്കയിലെ ഒരു സർവകലാശാലയുടെ കഥ പറയാം. അത് സ്റ്റാൻഫോർഡ് സർവകലാശാലയാണ്. സ്റ്റാൻഫോർഡ് സർവകലാശാല സ്ഥാപിക്കപ്പെടുന്നത് 1885കളിലാണ്. ആ സർവകലാശാല സ്ഥാപിക്കുന്നത് ജെയിൻ സ്റ്റാൻഫോർഡ് എന്ന് പറയുന്ന ഒരാൾ, അയാളുടെ മകനു വേണ്ടിയാണ് സർവകലാശാല സ്ഥാപിക്കുന്നത്. സ്വകാര്യ സർവകലാശാലയാണ് സ്റ്റാൻഫോർഡ്. ആ സ്റ്റാൻഫോർഡ് സർവകലാശാല അവിടെ വന്നതിനെ തുടർന്ന് അമേരിക്കയിൽ ഒരു മാറ്റം ഉണ്ടായി. എന്താണെന്നറിയാമോ? അമേരിക്കയിലെ സിലിക്കൺ വാലി വരുന്നത് ഈ സ്റ്റാൻഫോർഡ് സർവകലാശാലയുടെ റിസർച്ച് പാർക്കിൽ നിന്നാണ്. അന്നതിന് കാരണക്കാരനായത് ഈ സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഡീനായിരുന്ന ഒരു ഫ്രെഡറിക് ടെർമാൻ ഉണ്ട്. ആ ഫ്രെഡറിക് ടെർമാൻ തൻ്റെ വിദ്യാർത്ഥികളെ കൂട്ടിച്ചേർത്ത് പിടിച്ചാണ് ഒരു റിസർച്ച് പാർക്ക് സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ തുടങ്ങുന്നത്. ഒരു സ്വകാര്യ സർവകലാശാലയുടെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ ഡീനായിരുന്ന ഒരു അധ്യാപകന് തോന്നിയ തോന്നലിൽ നിന്നാണ് ഒരു രാജ്യം സിലിക്കൺ വാലി എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് കടന്നത് എന്നതാണ് ചരിത്രം നമ്മളോട് പറയുന്നത്. ഇത് അമേരിക്കയിലെ ചരിത്രമാണ്. ഇനി കേരളത്തിലൊരു ചരിത്രമാണ്. സിലിക്കൺ വാലി തുടങ്ങുന്നതും സ്റ്റാൻഫോർഡ് സർവകലാശാല റിസർച്ച് പാർക്ക് തുടങ്ങുന്നതും 1945-ലാണ്. എന്നാൽ 1968 കേരളത്തിൽ ഒരു ചരിത്രമുണ്ട്. അത് കോഴിക്കോടാണ്. കോഴിക്കോടൊരു സർവകലാശാല. നമുക്കതുവരെ ഒരൊറ്റ സർവകലാശാല മാത്രമേ ഉള്ളൂ. ആ കേരള സർവകലാശാല കേരളം ഒന്നാകെ നിൽക്കുന്ന ഒരു സർവകലാശാലയായിരുന്നു. ആ സർവകലാശാലയ്ക്കൊപ്പം മലബാർ മേഖലയിൽ ഒരു സർവകലാശാല വേണമെന്നുള്ളത് അന്ന് CH മുഹമ്മദ് കോയയ്ക്ക് അതിയായ ആഗ്രഹം. CH മുഹമ്മദ് കോയ അതിന് പണപ്പിരിവ് നടത്തി. അതിന് ആളുകളോട് കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ പറഞ്ഞൊരു പ്രസംഗത്തിൽ പറയുന്നൊരു വാചകമുണ്ട്: പ്രിയപ്പെട്ട മലബാറിലെ മുസ്ലിം പെണ്ണുങ്ങളെ, നിങ്ങൾക്ക് നന്നായി പലഹാരം ഉണ്ടാക്കാൻ അറിയാം, അതെനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ നിങ്ങൾ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി വയ്ക്കുന്നതിൻ്റെ ചെലവിലൊന്ന് നിങ്ങൾ കുറച്ച് മാറ്റിവെച്ചാൽ നിങ്ങൾക്കൊരു സർവകലാശാല തരാം എന്നാണ്. 1968 ഒരു ഓർഡിനൻസിലൂടെ കാലിക്കറ്റ് സർവകലാശാല തുടങ്ങിയത് CH മുഹമ്മദ് കോയ. നോക്കൂ, ആ സമയത്ത് അമേരിക്കയിൽ ഒരു സ്വകാര്യ സർവകലാശാല തുടങ്ങി സിലിക്കൺ വാലി ആരംഭിച്ച് അവിടെ നിന്നുള്ള പ്രോഡക്റ്റുകൾ, HP-യുടെ പ്രോഡക്റ്റുകളടക്കം, ഈസ്റ്റ്മാൻ്റെയും കൊഡാക്കിൻ്റെയും പ്രോഡക്റ്റുകളടക്കം പുറത്തേക്ക് വരുമ്പോഴാണ് നമ്മളൊരു സർവകലാശാല തുടങ്ങുന്നതിനെക്കുറിച്ചുള്ള ആലോചന ഈ സംസ്ഥാനത്ത് നടക്കുന്നത്. അതിനെ വൈകിയുള്ള മാറ്റമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതായിരുന്നു നമ്മുടെ സാഹചര്യം. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്, ഒരു കൊളോണിയലിസത്തിൻ്റെ അധിക ബാധ്യത നമുക്കുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ കാലിക്കറ്റ് സർവകലാശാല തുടങ്ങുന്നു, മറ്റ് സർവകലാശാലകൾ വരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഡിജിറ്റൽ സർവകലാശാലയടക്കം എത്തി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഈ കാലത്ത് സംഭവിച്ച മാറ്റമെന്ന് പറയുന്നത് CH മുഹമ്മദ് കോയ അതിനെ കണക്കാക്കിയത് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഒരു സമുദായത്തെ നമുക്ക് മാറ്റാൻ കഴിയൂ. അതുകൊണ്ട് തീർച്ചയായും വിദ്യാഭ്യാസം സ്ത്രീകൾക്കും അവിടെയുള്ള മനുഷ്യർക്കും എല്ലാം ബാധകമാണ്. ഒരു നാടിൻ്റെ വികസനം അതുവഴിയാണ് സാധ്യമാകേണ്ടത് എന്നതാണ് വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള നമ്മളുടെ സങ്കല്പം തന്നെ. അങ്ങനെ സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ സാമൂഹിക പുരോഗതിക്കുതകുന്ന വിദ്യാഭ്യാസം എന്ന നിലയിലാണ് കേരളത്തിലെ സർവകലാശാലകളെല്ലാം സ്ഥാപിതമായിരിക്കുന്നതും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും. പക്ഷേ 90കൾക്ക് ശേഷം ആഗോളവൽക്കരണത്തിൻ്റെ കാലം വന്നപ്പോൾ
വന്നപ്പോൾ സ്വകാര്യ മൂലധനത്തെ ആശ്രയിക്കാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ തീർച്ചയായിട്ടും സ്വകാര്യ നിക്ഷേപം ആവശ്യമായി വരുന്നു. വൻകിട കമ്പനികൾക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിൻഡായ ആ ഉദ്യോഗ പടയെ നിങ്ങൾക്ക് തൊഴിൽ പടയെ സൃഷ്ടിക്കേണ്ടി വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങണം എന്നതിനെക്കുറിച്ചുള്ള ആലോചന വരുന്നു. 2000-ലാണല്ലോ അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ഇന്ത്യയിൽ ഒരു പോളിസി ഫ്രെയിംവർക്ക് വരുന്നുണ്ട്. ആ പോളിസി ഫ്രെയിംവർക്ക് ഉണ്ടാക്കിയത് അംബാനിയും ബിർളയും ചേർന്നാണ്. അന്ന് CPM ഒക്കെ വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ചു. പണാധിപത്യമാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്, പോളിസി ഫ്രെയിംവർക്ക് ഓൺ എഡ്യൂക്കേഷൻ എന്ന 2000-ലെ ആ ഫ്രെയിംവർക്കിലാണ് സ്വകാര്യ സർവകലാശാലകളും സ്വകാര്യ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് ഊന്നി പറയുന്നത്. അവിടെ സ്കിൽഡ് ആയിരിക്കുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിക്കണം. അത് നേരത്തെ പറഞ്ഞതുപോലെ കോർപ്പറേറ്റുകൾക്ക് തൊഴിലാളികൾ പടയെ സൃഷ്ടിക്കുന്നതിനുള്ള ഒരു സംവിധാനം എന്ന നിലയിലാണ്. പക്ഷേ അവിടെ നിന്നും ഒരു പടി കൂടി കടന്ന് പിന്നീട് വിദേശ സർവകലാശാലയിലേക്ക് നമ്മൾ മാറുന്നു. പക്ഷേ വിദേശ സർവകലാശാലയിലേക്ക് മാറുമ്പോഴും കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ എടുത്ത നയപരമായൊരു തീരുമാനമുണ്ട്. ആ നയപരമായ തീരുമാനം വിദേശ സർവകലാശാലകളെക്കുറിച്ച് 2023 ജനുവരി 7-ാം തീയതി CPM-ന്റെ പോളിറ്റ് ബ്യൂറോ പറയുന്നു, വിദേശ സർവകലാശാലകൾക്ക് ഇന്ത്യയിൽ പ്രവർത്തനാനുമതി നൽകാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഒരു കൂട്ടം ഉപരിവർഗ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സൃഷ്ടിച്ച് രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കും. 2023 ജനുവരി മാസം 9-ാം തീയതിയാണ്. ആ സമയത്തിന് പ്രത്യേകതയുണ്ട്. ആ കാലത്താണ് ഈ നരേന്ദ്രമോദി സർക്കാർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിദേശ സർവകലാശാലകൾ, അതും ലോകത്തെ 500 മികച്ച ഉന്നത സർവകലാശാലകളെ കേരളത്തിലേക്ക്, വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക്, ഇന്ത്യയിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം വരുന്നത്. അങ്ങനെ ആ തീരുമാനത്തെ എതിർത്തുകൊണ്ടുള്ള CPM-ന്റെ പോളിറ്റ് ബ്യൂറോ സ്റ്റേറ്റ്മെൻറ്റാണ്. പിന്നീട് ഇത് തിരുത്തി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സാങ്കേതിക വിദ്യയ്ക്ക് അനുസരിച്ചുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന് വിദേശ സർവകലാശാലകളാകാം എന്ന നിലപാടിലേക്ക് CPM എത്തി. അതിൻ്റെ തുടർച്ചയായിട്ടാണ് 2024-ലെ KN ബാലഗോപാലിൻ്റെ ബഡ്ജറ്റിൽ വിദേശ സർവകലാശാലകളെക്കുറിച്ചുള്ള പരാമർശമുണ്ടായി. വലിയ ചർച്ചയായി. ആ സമയത്ത് ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞത് സർക്കാർ അതിനെക്കുറിച്ച് ആലോചിക്കുമെന്നാണ് CPM പറഞ്ഞതെങ്കിലും CPM തത്വത്തിൽ നയം അപ്പോൾ തന്നെ മാറ്റിയിരുന്നു. ഈ 2023 ജനുവരി 7-ാം തീയതിയിലെ പോളിറ്റ് ബ്യൂറോ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് സാങ്കേതിക വിദ്യാഭ്യാസത്തിന് അധിഷ്ഠിതമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ പ്രക്രിയയ്ക്ക് വിദേശ സർവകലാശാലകളാകാം എന്ന നിലപാടിലേക്ക് CPM എത്തി. പക്ഷേ കാലം ഒരുപാട് കടന്നുപോയി. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആഗോള വിദ്യാഭ്യാസ സംഗമം, അത് സംഘടിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ സ്വകാര്യ സർവകലാശാലകളെ അനുവദിക്കാമോ എന്നതിനെക്കുറിച്ച് എന്തായിരിക്കണം റെഗുലേറ്ററി ഫ്രെയിംവർക്ക്, ഈ ആലോചന തന്നെ തടസ്സപ്പെടുത്തി TP ശ്രീനിവാസനെ അടിച്ചിടുമ്പോൾ 8 വർഷങ്ങൾക്ക് മുമ്പ് സാധ്യമായിരുന്നു, വൈകിയാണ് സാധ്യമായിരിക്കുന്നതെന്നാണ്. എന്താണ് ഇതിൻ്റെ കുഴപ്പം സംഭവിച്ചത്? വൈകിയാണ് വന്നതെങ്കിലും ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നുള്ളതാണ്. ഞാനതിനെ ഇപ്പോഴും സ്വാഗതം ചെയ്യുന്നു. പക്ഷേ തീരുമാനത്തിലേക്ക് എത്താൻ എന്തായിരിക്കും സർക്കാരിനെ ഇത്ര വൈകി പ്രേരിപ്പിച്ചുണ്ടാവുക? പ്രത്യയശാസ്ത്രപരമായൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്താണ് ആശയപരമായ കൺഫ്യൂഷൻ? മൂലധനത്തിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസം എന്നും CPM-നെ സംബന്ധിച്ചൊരു ആശയ പ്രഹേളികയായിരുന്നു. ഇതിനെങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളതാണ്. ഒരു ഭാഗത്ത് ഗ്രാംഷി അടക്കമുള്ള ആശയങ്ങൾ, ഹിജിമണി പോലെയുള്ള ആശയങ്ങൾ നിൽക്കുന്നു, ജൈവ ബുദ്ധിജീവികളെ സൃഷ്ടിക്കുന്നത്. കാരണം വിദ്യാഭ്യാസം എന്നുള്ളത് കേവലം തൊഴിൽ പടയെ സൃഷ്ടിക്കൽ മാത്രമല്ല, വിദ്യാഭ്യാസം എന്നുള്ളത് കേവലം അറിവിൻ്റെ കൈമാറ്റം മാത്രമല, അതൊരു അധികാരഘടനയെ കൂടി നിശ്ചയിക്കുന്നതാണ് എന്നുള്ളതാണ് CPM-ൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ബോധ്യം. അതാണ് വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഇടതുപക്ഷ കാഴ്ചപ്പാട്. അത് പ്രത്യയശാസ്ത്രബന്ധിതവും അത് അധികാരഘടനയെ നിശ്ചയിക്കുന്നതുമാണ്. അപ്പോൾ വിദേശ സർവകലാശാലകൾ വന്നാൽ ആ അടിസ്ഥാനത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിരിക്കും, ആശയമായിരിക്കും ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പകർന്നു കൊടുക്കുക എന്നതായിരുന്നു പ്രശ്നം. അതല്ലാതെ മറ്റൊരു പ്രശ്നവും അവിടെ ഉണ്ടായിരുന്നില്ല. ഈ ആശയപ്രഹേളികയുടെ നിർദ്ധാരണത്തിന് സമയമെടുത്തു. അതാണ് കാര്യം. അവിടെ എന്താ നമുക്ക് വൈകിപ്പോയത്? നമുക്ക് ഒരുപാട് വൈകിപ്പോയി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. തമിഴ്നാട്ടിൽ 6 സ്വകാര്യ സർവകലാശാലകളും 27 ഡീംഡ് യൂണിവേഴ്സിറ്റിയും ഉണ്ടാവുകയും കർണാടകയിൽ 29 സ്വകാര്യ സർവകലാശാലകൾ ഉണ്ടാവുകയും കേരളത്തിൽ സ്വകാര്യ സർവകലാശാലകൾ വേണമോ എന്നതിനെക്കുറിച്ച് നമ്മൾ 2025 മാത്രം ആലോചിക്കുകയും ബിർള കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് 1/4 നൂറ്റാണ്ട് പിന്നിടുകയും അബ്ദുൾ റബ്ബിൻ്റെ കാലഘട്ടത്തിൽ വന്നതിനേക്കാൾ 11 വർഷം വൈകി വരികയും ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ സംഭവിച്ചു പോകുന്നത് യഥാർത്ഥത്തിൽ ഈ വൈകലാണ്. വൈകൽ കൊണ്ട് എന്താ പ്രശ്നം ഉണ്ടായത്? ഉദാഹരണത്തിന് നമ്മളുടെ സർവകലാശാലകളിൽ AI-യെക്കുറിച്ചുള്ള പഠനവും ഗവേഷണവും വന്നത് വൈകിയല്ലേ? ഇപ്പോൾ ഗ്രാഫിനെക്കുറിച്ചുള്ള പഠനം ഡിജിറ്റൽ സർവകലാശാല നടത്തുന്നുണ്ട്, സമ്മതിച്ചു. പക്ഷേ എത്ര സർവകലാശാലകളിൽ ലോകത്തെ മാറ്റാൻ കഴിയുന്ന, നമ്മുടെ നാടിനെ മാറ്റാൻ കഴിയുന്ന, പേറ്റൻറ്റുകൾ സൃഷ്ടിക്കാൻ കഴിയുന്ന സംവിധാനം ഉണ്ടാവും? കേരളത്തിൽ ഉണ്ടാവുന്നുണ്ട് സർവകലാശാലകളിൽ. പക്ഷേ അത് മതിയോ എന്നൊരു ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മുടെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്ന ബിരുദധാരികളുടെ എണ്ണം എത്രയാണെന്ന് അറിയുമോ? SSLCക്ക് മുകളിലുള്ളവരുടെ എണ്ണം 23 ലക്ഷമാണ്. 23 lakhs. ഇവരിൽ പലരും അൺസ്കിൽഡ് ആണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. 3.5 ലക്ഷത്തോളം ആളുകൾ അവർ
ടെക്നിക്കലായിട്ടുള്ള വിദ്യാഭ്യാസം സൃഷ്ടിച്ചെങ്കിലും ടെക്നിക്കൽ ആയിട്ട് ഫിറ്റല്ല പല ജോലിക്കും എന്ന് പ്രൂവ് ചെയ്ത് ഇപ്പോഴും കാത്തിരിക്കുന്ന മനുഷ്യരാണ്. എത്രയാണ് 2022-23 കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് പോയതെന്നറിയാമോ? ഏകദേശം 2.5 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഒരു വർഷം കേരളത്തിൽ നിന്ന് കാനഡയിലേക്കും യൂറോപ്പിലേക്കും പോയത്. അവർ പോയതിന് മറ്റു കാരണങ്ങളുണ്ട്. അവിടെയുള്ള മൈഗ്രേഷൻ, പെർമനന്റ് റെസിഡൻസ് ആയിരിക്കും അവരുടെ പ്രധാനപ്പെട്ട താല്പര്യം, മികച്ച ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം എന്നതിനും അപ്പുറത്തേക്ക്. പക്ഷേ മികച്ച ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിക്ക് മാത്രമല്ല കൊടുക്കാൻ കഴിയുക എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് തെളിയിച്ച സ്ഥാപനങ്ങളില്ലേ. ഐസർ എന്ന് പറയുന്ന ഒരു സ്ഥാപനം, ഐസർ എന്ന് പറയുന്ന സ്ഥാപനം എങ്ങനെയാണ്? ലോകമെമ്പാടുമുള്ള മികച്ച ശാസ്ത്രജ്ഞന്മാരുടെ കൂടി കോൺട്രിബ്യൂഷനോട് പ്രവർത്തിക്കുന്ന സ്വകാര്യ സംരംഭമാണ് ഐസർ എന്ന് പറയുന്ന സ്ഥാപനം. IIMകൾ എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? ഈ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തനത്തിന് അതിൻ്റെതായ ഒരു റെഗുലേഷൻ ഉണ്ടാവുകയും അന്തർദേശീയ നിലവാരം ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെയാണ് നമ്മൾ ഫ്രെഡറിക് ടെർമാനെ ഓർമ്മിക്കുന്നത്. 1945 ഒരു സിലിക്കൺ വാലിക്ക് തുടക്കം കുറിച്ച സ്റ്റാൻഫോർഡ് സർവകലാശാല. അതാണോ സ്റ്റാൻഫോർഡ് സർവകലാശാലയുടെ ലക്ഷ്യമെന്ന് ചോദിച്ചാൽ ആ സ്റ്റാൻഫോർഡ് സർവകലാശാലയുടെ ഒരു വിങ് മാത്രമാണത്. അവിടെ സാമൂഹ്യശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട്, അവിടെ മാർക്കറ്റിംഗ് പഠിപ്പിക്കുന്നുണ്ട്, ഗവേഷണവും ശാസ്ത്രമേഖലയിലും അവർ പഠനം നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കത്തിൽ തത്വശാസ്ത്രപരമായ ഒരു ആശയ പ്രഹേളികയായി ഇത് കുറച്ചു കാലം നിലനിന്നിരുന്നു. ആ പ്രഹേളികയെ മറികടക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടി CPM എന്നുള്ളതാണ്. CPM ഇന്നതിന് പറയുന്നത് മൂർത്തമായ ഒരു കാലത്തിന് അനുസരിച്ചിട്ടുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. വൈകിപ്പോയി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അത് ദീർഘവീക്ഷണമില്ലായ്മയാണോ എന്ന് ചോദിച്ചാൽ ഈ ആശയം അവരുടെ മുന്നിൽ ഒരു വലിയ ചലഞ്ചായി കിടന്നു എന്നുള്ളതാണ്. അതങ്ങനെ അത്ര പെട്ടെന്ന് മാറ്റാൻ കഴിയുന്ന ഒരു ആശയമായിരുന്നില്ല. വിദ്യാഭ്യാസത്തിനെ കാലാനുസൃതമായി നിങ്ങൾ മാറ്റുമ്പോൾ ഇപ്പോൾ പൂർണ്ണമായും ഇപ്പോൾ സ്വകാര്യ സർവകലാശാലകൾ വരാൻ വേണ്ടി സർക്കാർ തീരുമാനിക്കുമ്പോൾ ഒരു അപകടം കൂടി അവിടെയുണ്ട്. അതും കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കാം. നമ്മുടെ സംസ്ഥാനത്തെ പൊതു സർവകലാശാലകൾ NIRFിലൊക്കെ 24, 27, 47 റാങ്കുകളിലൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ സർവകലാശാലകൾ ഇനി വരാൻ പോകുന്ന മികച്ച സ്വകാര്യ സർവകലാശാലകളോട് മത്സരിക്കാൻ കഴിവുള്ളവയാണോ എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. അതിന് 2 കാരണങ്ങളാണ്. ഒന്ന്, അതിൻ്റെ നിർവഹണം നടത്തുന്ന രീതി. 2, അതിൻ്റെ എക്കോസിസ്റ്റം. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെയാണ് ഇപ്പോൾ ഒരു അസീം പ്രേംജി സർവകലാശാല കേരളത്തിൽ വന്ന് പ്രവർത്തിക്കുമ്പോൾ ആ അസീം പ്രേംജി സർവകലാശാലയിൽ നിന്ന് പുറത്തിറങ്ങുന്ന അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി ഔട്ട്പുട്ട് നിങ്ങൾക്ക് ഒരു സംസ്ഥാന പൊതു സർവകലാശാലയിൽ എത്രത്തോളം പ്രതീക്ഷിക്കാൻ കഴിയും എന്നതാണ് പ്രശ്നം. 2, അവിടെയുള്ള ഫാക്കൽറ്റികൾക്ക് മികച്ച ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ നൽകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും സ്വകാര്യ സർവകലാശാലകളിലേക്ക് അവർ വരും. അസീം പ്രേംജി സർവകലാശാലയും അശോക യൂണിവേഴ്സിറ്റിയും വളർന്നത് എങ്ങനെയാണ്? പൊതു സർവകലാശാലകളിൽ നിന്നുള്ള മികച്ച ഫാക്കൽറ്റികളെ ആകർഷിച്ചുകൊണ്ടാണ്. ഇവിടെ DA കുടിശ്ശിക ബാക്കിയുണ്ട്. ഇവിടെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുള്ള റിസർച്ച് ഗ്രാൻറ്റുകൾ വെട്ടിക്കുറയ്ക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അത് എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളത് ഒരു വലിയ ആശങ്കയെ തന്നെ തുടരുന്നു. പക്ഷേ വൈകിയാണെങ്കിലും ആ തീരുമാനം എടുത്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊരു പോസിറ്റീവായ തീരുമാനമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. ആ തീരുമാനത്തിന് ഒരു കൈയടി കൂടിയുണ്ട്. പക്ഷേ ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്ക് അവിടെ ഉണ്ടാവണം. സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ഒരു സ്വകാര്യ സർവകലാശാല ബിൽ കേരളത്തിൽ വരികയും അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മുടെ സ്വകാര്യ സർവകലാശാലകൾ തയ്യാറാവുകയും ചെയ്താൽ അത് ഇന്ത്യക്ക് തന്നെ ഒരു മോഡലായിട്ട് മാറും. നമുക്ക് സ്വാശ്രയ മേഖലയിൽ ഒരു മോഡൽ വളരെ വൈകിയാണ് ഉണ്ടായത്. പക്ഷേ സ്വകാര്യ സർവകലാശാലയുടെ കാര്യത്തിലും അങ്ങനൊരു മോഡൽ വരുമോ എന്നുള്ളതിലാണ് എൻ്റെ ഒരു ആകാംക്ഷ. അത് വരും എന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. സ്വകാര്യ സർവകലാശാലകൾ സംസ്ഥാനത്തേക്ക് വരുന്നത്, അത് അവതരിപ്പിച്ചുകൊണ്ടുള്ള ബിൽ അവതരിപ്പിക്കുന്നത് കാലാനുസൃതമായ മാറ്റമോ എന്നാണ് ചോദ്യം. സുജയ, ഇത് എന്തേ വൈകി കേരളം എന്നുള്ളതാണ് ആദ്യം തന്നെ ഉയരുന്ന ചോദ്യം. എന്തായാലും വൈകിയാണെന്നുണ്ടെങ്കിലും കാലത്തിനനുസരിച്ച് ഓടാൻ തീരുമാനിച്ചത് നന്നായി. ഇനിയും വൈകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പിന്നിലേക്ക് പോകും. ഇന്ന് നിയമസഭയിൽ കേട്ട പരിഹാസം പോലെ ട്യൂബ്ലൈറ്റ് എന്നൊന്നും അല്ല വിളിക്കേണ്ടത്. അതിനേക്കാളും ഒരു വൈകൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മന്ത്രി പറഞ്ഞ കാലാനുസൃതമായ മാറ്റം എന്നുള്ളത് ഇനി സംഭവിച്ചില്ലെങ്കിൽ ഇനി ഒരിക്കലും പറ്റില്ല, അല്ലെങ്കിൽ തങ്ങളെ കൊണ്ട് പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്കൊക്കെ, അതൊക്കെ ഒരു തിരിച്ചറിവാണ്. വിവേകം ഉണ്ടാകാനായി കുറച്ച് വൈകിയായിട്ടാണെങ്കിലും വിവേകം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ അംഗീകരിക്കണമല്ലോ. അതുകൊണ്ട് ഇത് കാലാനുസൃതമായ മാറ്റമാണ്, മന്ത്രിയുടെ കാലം ഇപ്പോഴാണ് ആയത് എന്നതാണ് ഈ വിഷയത്തിലെ എൻ്റെ അഭിപ്രായം. മന്ത്രി ബിന്ദു തന്നെ അത് പറയുകയും വേണം. കാരണം വർഷങ്ങൾക്ക് മുൻപുള്ള എതിർപ്പിനെ കുറിച്ചൊക്കെ തിരുത്തി പറയാൻ, അത് ഒരു ലജ്ജയുമില്ലാതെ അത് കൃത്യമായി പറയാൻ മന്ത്രിക്ക് സാധിച്ചിട്ടുണ്ട്. കാലാനുസൃതമായ മാറ്റം എന്നുള്ള പ്രയോഗം മന്ത്രി തന്നെയാണ് ഇന്ന് നടത്തിയത്. മന്ത്രി ബിന്ദു തന്നെയാണ് ഇന്ന് നടത്തിയത്. മന്ത്രി പറഞ്ഞ വാചകം കാലത്തിനനുസരിച്ചുള്ള നയം മാറ്റമാണ്. ഇന്ത്യയിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും സ്വകാര്യ സർവകലാശാലകളുണ്ട്. മത്സരാധിഷ്ഠിത ലോകത്ത് ഒറ്റപ്പെട്ടു പോകാൻ കാരണമാകും. കഴിഞ്ഞ മന്ത്രിസഭയിൽ നമുക്കറിയാമല്ലോ, കഴിഞ്ഞ മന്ത്രിസഭയിൽ അതിൻ്റെ ഭാഗമായിരുന്നില്ലല്ലോ മന്ത്രി ബിന്ദു. അപ്പോൾ മന്ത്രി ബിന്ദുവിന് നേരത്തെ തന്നെ ഇത് തോന്നണമെന്നൊന്നും നമുക്ക് നിർബന്ധം പിടിക്കാൻ കഴിയില്ല. ഇപ്പോഴാണ് അവർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായത്, 2ാം പിണറായി സർക്കാരിലാണ്. അതുകൊണ്ട് അവർക്ക് ഇപ്പോൾ അത് ഇങ്ങനെ നടപ്പാക്കണം എന്നുള്ളത് 2ാം പിണറായി സർക്കാരിൻ്റെ അവസാന വർഷത്തിലേക്ക് കടക്കുമ്പോഴത്തേക്കുമാണ് അവർക്കത് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ വൈകി തോന്നിയതിനെ നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ 8 വർഷം മുൻപേ എടുക്കാൻ പറ്റില്ലല്ലോ. കാരണം അന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ UDF സർക്കാർ കൊണ്ടുവന്നതിനെ അപ്പാടെ അംഗീകരിച്ചു എന്നാകും. അതൊരിക്കലും ഇടതുപക്ഷം ചെയ്യുമെന്ന് ഞാൻ
കരുതുന്നില്ല. UDF കൊണ്ടുവന്നതിനെയൊക്കെ അപ്പോൾ തന്നെ അങ്ങ് സമ്മതിച്ചു കൊടുക്കുന്ന ഒരു രീതിയൊന്നും ഇടതുപക്ഷ സർക്കാരുകളുടെ, അത് പിണറായി വിജയൻ സർക്കാർ മാത്രമല്ല അതിന് മുൻപുള്ള സർക്കാരുകളുടെ കാലത്തായാലും നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം SFIയോടാണ്. SFI TP ശ്രീനിവാസനെ അന്ന് തല്ലിയതിന് ഒരു മാപ്പ് പറയുമോ എന്നുള്ള ചോദ്യം കേരളീയ പൊതുസമൂഹം ഈ വിഷയത്തിൽ ഉയർത്തുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം അന്നത്തെ ആ പരിപാടിയിലേക്ക് പ്രതിഷേധവുമായി പോയി ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ വൈസ് ചെയർമാനായ TP ശ്രീനിവാസനെ കോവളത്തെ ആഗോള വിദ്യാഭ്യാസ സംഗമത്തിലെ പ്രതിഷേധത്തിനിടയിൽ തല്ലിയതിന് അത് ന്യായമായും പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്ന ചോദ്യമാണ്. അന്ന് തല്ലിയ SFI, അതേ SFIയുടെ പാർട്ടിയായ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ അവരിങ്ങനെയൊരു നയമാറ്റത്തിലേക്ക് പോകുമ്പോൾ അന്ന് തല്ലിയതിലും നയമാറ്റമുണ്ടോ? അതിലൊരു അപ്പോളജിയെങ്കിലും പറയേണ്ടതല്ലേ? അന്ന് തല്ലിയത് ഞങ്ങൾക്ക് തെറ്റിപ്പോയി, അങ്ങായിരുന്നു ശരി എന്ന് TP ശ്രീനിവാസനോട് പറയാൻ SFIയോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവോ തയ്യാറാകുമോ എന്ന ഒരു കാര്യം അവിടെ അവശേഷിക്കുകയാണ്. ഇവിടെ ഉണ്ണിസാർ സൂചിപ്പിച്ചതുപോലെ രാജ്യത്താകമാനം സ്വകാര്യ സർവകലാശാലകൾ വരികയും അവ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വർക്കിംഗ് മോഡലുണ്ട്. ഇനിയിപ്പോൾ കേരളമായിട്ട് അങ്ങനെ ഒരു മോഡൽ കാണിച്ചു തരേണ്ട കാര്യമൊന്നുമില്ല. രാജ്യത്ത് ഉടനീളമായി 430 സർവകലാശാലകളുണ്ട്. അതിൽ ചിലതാണ് കേരളത്തിലേക്ക് വരാനും ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. ആ സർവകലാശാലകളൊക്കെ നല്ല രീതിയിൽ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുത്തുകൊണ്ട് തന്നെ അവിടെയൊക്കെ വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ ഫാക്കൽറ്റി ഒക്കെ നല്ല ഫാക്കൽറ്റിയൊക്കെയായി പ്രവർത്തിക്കുന്ന ഒരുപാട് നല്ല സർവകലാശാലകളുണ്ട്. ഇപ്പോൾ എടുത്തു പറഞ്ഞ സർവകലാശാലകൾ അത് കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് കുട്ടികൾക്ക് പ്രയോജനമാകും. അതുകൊണ്ട് തന്നെ ഈ ഒരു മാറ്റത്തിലേക്ക് ഇടത് സർക്കാർ പോയത് നന്നായി എന്ന് കരുതുന്ന ആളാണ് ഞാൻ. പ്രത്യേകിച്ചും ഗുണനിലവാരം, ജോലി സാധ്യത, ഇത് രണ്ടുമാണ് ഒരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ ആരായാലും. ഇപ്പോൾ നമ്മുടെ മക്കളെ നമ്മൾ വിടുമ്പോഴായാലും എപ്പോഴും ആ ഒരു ഗുണനിലവാരമാണ്, അത് ഏത് കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോഴായാലും ഗുണനിലവാരമാണ് നോക്കുക. അതോടൊപ്പം തന്നെ വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ടൈമാണ്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി എഡ്യൂക്കേഷനോടൊപ്പം തന്നെ അതിൽ കരിയർ പ്രോസ്പെക്റ്റ് എന്ന് പറയുന്നതും പ്രധാനപ്പെട്ട ഘടകമാണ്. ജോലി സാധ്യതയുള്ള കോഴ്സുകൾ പഠിക്കാൻ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തുള്ള സർവകലാശാലകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന എല്ലാവരും എംപ്ലോയിഡ് ആകുന്നില്ല. അപ്പോൾ ജോലി സാധ്യതയുള്ള മൾട്ടിപ്പിൾ കോഴ്സസ്, അതായത് പല കോഴ്സുകൾ കണ്ടെത്താനും അവ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ നമ്മുടെ ഹോം ഗ്രൗണ്ടിൽ തന്നെ പഠിക്കാനുമുള്ള ഒരു അവസരം ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. എല്ലാവർക്കും ഒന്നും വിദേശത്ത് പോയി പഠിക്കാനോ പഠിപ്പിക്കാനോ ഒന്നും സാധിച്ചു എന്ന് കഴിയില്ല. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റികളുടെ നിലവാരത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. ഈ യൂണിവേഴ്സിറ്റികളുടെ നിലവാരത്തോടൊപ്പം തന്നെ ഫാക്കൽറ്റീസ്, ഇപ്പോൾ നിലവിൽ ഈ സർവകലാശാലകളിലൊക്കെയുള്ള നല്ല അധ്യാപകരുണ്ട്. ഡോക്ടർ അരുൺ ഇങ്ങോട്ട് പോകുന്നത് കൊണ്ട് ഒരു അധ്യാപകൻ മൈനസാണ്, എങ്കിലും കുറേ നല്ല അധ്യാപകർ ഉണ്ടല്ലോ. അപ്പോൾ ആ അധ്യാപകരെയൊക്കെ ഈ സ്വകാര്യ സർവകലാശാലകളിലേക്ക് വൻ റെമ്യൂണറേഷനോട് കൂടി റാഞ്ചിക്കൊണ്ട് പോകുമോ എന്ന ഒരു കാര്യം കൂടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ പഠിച്ച കേരള സർവകലാശാലയുടെയും MG സർവകലാശാലയുടെയും ഒക്കെ കാര്യം എന്താകുമെന്ന് എനിക്ക് ശരിക്കും ആശങ്കയുണ്ട്. അവിടെയൊക്കെ നല്ല അധ്യാപകരുണ്ട്. അതായത് ഈ റെമ്യൂണറേഷനേക്കാൾ അവർ ആഗ്രഹിക്കുന്ന ഒരു വർക്കിംഗ് സ്പേസാണ്. അച്യുശങ്കർ സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് അവിടെ പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ മുകളിലിരിക്കുന്ന ആളുകൾ എങ്ങനെ നിങ്ങളോട് പ്രവർത്തിക്കുന്നു എന്നുള്ളതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ അക്കാഡമിക് റിസർച്ച് പ്രോത്സാഹിപ്പിക്കുന്ന, അതിനെ സഹായിക്കുന്ന എൻവയോൺമെൻറ്റ് കിട്ടിയാൽ തീർച്ചയായിട്ടും ഇവരിൽ പലരും പോകും. അതെ. അപ്പോൾ ഞാൻ എന്നെ പഠിപ്പിച്ചവരടക്കം ഒരുപാട് നല്ല അധ്യാപകരുണ്ട്. അപ്പോൾ ആ അധ്യാപകർക്കൊക്കെ കിട്ടുന്ന റെമ്യൂണറേഷൻ എത്തിയാന്ന് എനിക്കറിയാം. അപ്പോൾ അവരൊക്കെ അതിനേക്കാൾ മികച്ച ഒരു റെമ്യൂണറേഷൻ ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷേ അതിനേക്കാൾ നല്ലൊരു വർക്കിംഗ് സ്പേസ് ആണ്, അതുപോലെ ഇതുപോലെ വളരെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റീസ് ഒക്കെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അവരൊക്കെ ഒരുപക്ഷേ അത് ഓപ്റ്റ് ചെയ്തെന്ന് വരാം. അത് നമുക്ക് ഒരിക്കലും അവരും, അതായത് കുട്ടികളെ പോലെ തന്നെ അധ്യാപകരും മുന്നിലേക്കുള്ള അവരുടെയും കരിയർ പ്രോസ്പെക്ട്സ് അവർക്ക് നോക്കണമല്ലോ. അപ്പോൾ നമ്മുടെ പരമ്പരാഗത സർവകലാശാലകളിൽ നിന്ന് മികച്ച അധ്യാപകരുടെ ഒരു കൊഴിഞ്ഞുപോക്ക് ഉണ്ടാകുമ്പോൾ ആ സർവകലാശാലകളിൽ അധ്യയനത്തിനായി വരുന്ന കുട്ടികൾക്ക് ഒപ്പം പിന്നീട് അങ്ങോട്ട് പോകെ ആ സർവകലാശാലകളുടെയൊക്കെ അവസ്ഥ എന്താകും അതുകൂടി നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ് എന്ന് തോന്നുന്നു. കാരണം ക്വാളിറ്റി കൂടിയ ഒരു പ്രോഡക്റ്റ് വരുമ്പോൾ, ഇപ്പോൾ മാർക്കറ്റിൽ ഒരു പ്രോഡക്റ്റ് വരുന്നത് പോലെ തന്നെയാണ്, ക്വാളിറ്റി കൂടിയ പ്രോഡക്റ്റ് വരുമ്പോഴേക്കും ആളുകൾ അതിലേക്ക് കൂടുതൽ ഡിപ്പെൻഡൻ്റ് ആകും. അപ്പോൾ നേരത്തെ നമ്മൾ എക്സിസ്റ്റ് ചെയ്ത് വന്നിട്ടുള്ള ആ പ്രോഡക്റ്റിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് വലിയ പ്രശ്നമായിട്ട് വരും. ഇല്ല, അതിന് ഒരു അധ്യാപകൻ സർവകലാശാലയിൽ പഠിപ്പിച്ചതുകൊണ്ട് എനിക്ക് ഞാനൊരു പ്രഡിക്ഷൻ ആയിട്ട് നടത്തുന്നത്, പല അധ്യാപകരും അറിഞ്ഞോ അറിയാതെയും എന്നോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, 20 വർഷം കഴിഞ്ഞാൽ പെൻഷൻ കിട്ടും. ആ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ സ്വകാര്യ സർവകലാശാലകൾ അവർക്ക് കൊടുക്കുന്നത് ഇരട്ടിയിലേറെ ശമ്പളമാണ്. അവർക്ക് അതിനേക്കാൾ വലിയ സാമ്പത്തിക ലാഭമാണ്. പക്ഷേ സാമ്പത്തിക ലാഭത്തിനും അപ്പുറം ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, അവർക്ക് ഗവേഷണത്തിന് അവിടെ കിട്ടുന്ന സൗകര്യം. ഇപ്പോൾ ഫെസിലിറ്റി സർവകലാശാലകളിലുണ്ട്, ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ അതിനേക്കാൾ ഫൈൻ ട്യൂൺഡ് ആയിരിക്കുന്ന ഒരു സംവിധാനം കിട്ടും. നോക്കൂ അരുൺ സാർ, ഞാൻ അതാണ് പറഞ്ഞു വന്നത്. ഇന്ത്യയിൽ ഇപ്പോൾ മറ്റ് സ്ഥലങ്ങളിലുള്ള ചില സ്ഥലങ്ങളൊക്കെ കണ്ടതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഞാൻ പറയുന്നത്. അവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ക്യാമ്പസിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്കതൊരു ഡ്രീം കം ട്രൂ സ്ഥലമായി തോന്നും. അത്രയും സൗകര്യങ്ങളാണ് കുട്ടികൾക്കായാലും അധ്യാപകർക്കായാലും അവിടെ ചെന്ന് കഴിയുമ്പോഴുള്ള ആ ഒരു സൗകര്യങ്ങൾ എന്ന് പറയുന്നത്, അത് ഉറപ്പായും കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലും ആ രീതിയിലുള്ളൊരു മാറ്റം കൊണ്ടുവരും. അപ്പോൾ രണ്ട് വശങ്ങളുമുണ്ട്, പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള വശങ്ങളുണ്ട്. അതിനെ കൃത്യമായി എങ്ങനെയാണ് ഒന്നിപ്പിച്ച് കൊണ്ടുപോകാൻ, അതിനെ പരിഹരിച്ച് കൊണ്ടുപോകാൻ സർക്കാരിന് കഴിയുക എന്നതൊരു വിഷയം കൂടി അവിടെ വരികയാണ്. കാരണം നമ്മൾ വൺസ് ഇവിടേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു സംവിധാനം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പോസിറ്റീവ്സ് എല്ലാം നമ്മൾ മാക്സിമം എടുക്കുക എന്നുള്ളതാണ്, മാക്സിമം യൂട്ടിലൈസേഷനാണ്. നമുക്ക് സ്റ്റേറ്റിലുള്ള മറ്റുള്ളവരോട് നിങ്ങൾ ഇവിടെ തന്നെ പോകണം, സർക്കാർ സ്കൂളിൽ പഠിക്കാൻ പോകണം എന്ന് നിർബന്ധിക്കുന്നത് പോലെ
ഇതുപോലെ സർവകലാശാലകളിൽ MG യൂണിവേഴ്സിറ്റിയിൽ പോകണം എന്ന് നമുക്ക് നിർബന്ധിക്കാൻ സർക്കാരിന്, നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന് കഴിയില്ല. കുട്ടികൾ അവർക്ക് താല്പര്യമുള്ള സ്ഥലത്തേക്കായിരിക്കുമല്ലോ പോവുക, അവരുടെ അഡ്മിഷൻസ് കിട്ടുന്ന രീതിയിൽ. പിന്നെ ഈ തദ്ദേശീയമായിട്ടുള്ള, അതായത് ഇവിടുത്തെ റെസിഡൻസ് ആയിട്ടുള്ള ആളുകൾക്കുള്ള സംവരണം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം നന്നായി ഉപയോഗിക്കും. പുറത്തു നിന്നുള്ള കുട്ടികളും വന്ന് ഇവിടെ പഠിക്കും. ഇപ്പോൾ ഇവിടെ നിന്നുള്ള കുട്ടികൾ അതർ സ്റ്റേറ്റ്സിൽ പോയി പഠിക്കുന്നത് പോലെ. ഇവിടെ ഈ മാറ്റങ്ങളെ വേണ്ടത്ര ആലോചനയില്ലാതെ എതിർത്തത് കൊണ്ടാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ നമുക്കിതൊക്കെ യാഥാർത്ഥ്യമാക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ അതെ, ഫസ്റ്റ് ബാച്ച് അല്ല, നമ്മൾ ഫസ്റ്റ് ഓർ സെക്കൻഡ് അല്ലേ, 2 ബാച്ചുകൾ അത് നടപ്പിലാവുകയാണെങ്കിൽ അതെ. അപ്പോൾ ഒരുപാട് പേർക്ക് പ്രയോജനപ്പെട്ടതിനെ. എത്രയോ ഇപ്പോൾ അരുൺ സാർ പറഞ്ഞ ഈ മൈഗ്രേഷൻ്റെ കണക്കൊക്കെ വളരെ കുറഞ്ഞു നിന്നേനെ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചേനെയും. അങ്ങനെ ഈ മാറ്റം അത് കുറച്ചൊന്ന്, അതായത് മഴ പെയ്യാനായിട്ട് കുറച്ച് വൈകുന്നത് പോലെ, ഒന്ന് പെയ്യണോ വേണ്ടയോ എന്ന് ആലോചിച്ച് നിന്നിട്ട് പെയ്തതുപോലെയായി. ഇനിയിപ്പോൾ അങ്ങോട്ട് പെരുമഴയായിരിക്കും. കാരണം ഈ ഒരു നയമാറ്റത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇടത് സർക്കാരിന് എപ്പോഴും ആ ഒരു വേണോ വേണ്ടയോ വേണ്ടണം എന്നുള്ള ആ ഒരു ഘട്ടം പല വിഷയങ്ങളും അതാ അത് ഞാൻ പറഞ്ഞു വന്നതാണ്. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. അതായത് ഇന്ദിരാഗാന്ധി അത് കഴിഞ്ഞ് രാജീവ് ഗാന്ധി, ആ ഒരു മാറ്റം വരുന്ന സമയത്താണ് അന്നത്തെ ദേശീയ വിദ്യാഭ്യാസ നയം വരുന്നത്. ആ ദേശീയ വിദ്യാഭ്യാസ നയം വരുമ്പോഴേക്കും കോളേജിൽ നിന്ന് 2 വർഷം പ്രീ ഡിഗ്രി മാറ്റാൻ വേണ്ടി K. കരുണാകരൻ സർക്കാർ ശ്രമിച്ചപ്പോഴേക്കും ഉണ്ണിസാറിന് ഓർമ്മയുണ്ടാകും, അന്ന് എനിക്ക് അത്രയ്ക്ക് ഓർമ്മയില്ല, വായിച്ചുള്ള ഓർമ്മയേ ഉള്ളൂ, പ്രീ ഡിഗ്രി മാറ്റാനായിട്ടുള്ള. അപ്പോൾ അന്നത്തെ സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂല്യനിർണ്ണയ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നു, അതുപോലെ തന്നെ പരീക്ഷാ പേപ്പറുകൾ കത്തിക്കുന്നു. അതൊക്കെ എന്റെ വായിച്ചുള്ള അറിവാണ്. എനിക്ക് അപ്പോൾ ഒരു സമരനായകൻ നമ്മുടെ തൊട്ടടുത്തുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം അന്ന് എന്തൊക്കെയായിരുന്നു ഉണ്ണിസാർ അടക്കമുള്ള അന്നത്തെ ചുറുചുറുക്കുള്ള അന്നത്തെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ, യുവജന സംഘടനകൾ എല്ലാം വലിയ സമരമായിരുന്നു. അപ്പോൾ ആ സമരവും അതെല്ലാം നടന്നു. അതിനുശേഷം EK നയനാർ സർക്കാർ 96-ൽ വരികയാണ്. അതേ പ്ലസ് ടു വരുന്നു. SFIയുടെ അന്നത്തെ നിരാഹാരമൊക്കെ അങ്ങ് അവസാനിക്കുകയാണ്. പിന്നെ +2 വരികയാണ്. എന്നിട്ട് ഗംഭീരമായിട്ട് +2 നടപ്പാക്കുകയാണ്. അപ്പോൾ ആ +2വിന്റെ ഗുണഭോക്താവാണ് ഉണ്ണിസാർ. നിരാഹാരം കിടന്നിട്ടും ആ നിരാഹാരം തോറ്റുപോവുകയും +2 വരികയും ചെയ്തു. ആ +2വിൽ പഠിച്ചയാളെന്ന നിലയിൽ പ്രീ ഡിഗ്രി ബോർഡിനെതിരെ. അതിനുശേഷം അതായത് 2 വർഷം പ്രീ ഡിഗ്രി ബോർഡ് രൂപീകരിക്കുന്നു. അതായിരുന്നല്ലോ അന്ന് സംഭവിച്ചത്. പിന്നീട് 96-ൽ EK നയനാർ വന്നതിന് ശേഷമാണ് ഈ +2 നടപ്പാക്കുന്ന സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളിലുമുണ്ട്. പ്രത്യേകിച്ച് ഞാൻ വിദ്യാഭ്യാസമായതുകൊണ്ടാണ് ഇത് കോട്ട് ചെയ്തത്. മറ്റു വിഷയങ്ങൾ ട്രാക്ടറിലേക്കൊന്നും ഞാൻ പോകാതിരുന്നതാണ്. ഇനി AK ആന്റണി സർക്കാർ സ്വാശ്രയ കോളേജുകൾ തുറന്നപ്പോഴും ഇതേ രീതിയിൽ സമരം. അത് കഴിഞ്ഞിട്ട് VSന്റെ സർക്കാർ 2006-ൽ വരുമ്പോഴേക്കും അന്ന് ഈ സ്വകാര്യ സ്ഥാപനങ്ങൾ ഉദാരമായിട്ട് അതിനൊന്നും അതായത് ഡോക്ടർ അരുൺ പറഞ്ഞത് വളരെ കറക്റ്റാണ്. എക്സാക്ട്ലി അത് ഡോക്ടർ അരുണാണ് അത് പോയിന്റ് ഔട്ട് ചെയ്തത്. ഒന്ന് വേണ്ട എന്ന് വെക്കാൻ, അല്ലെങ്കിൽ പിന്നെ ആവട്ടെ, അല്ലെങ്കിൽ വേണ്ട എന്നൊക്കെയുള്ള 2 ചിന്തയിലേക്ക് പോയതിനു ശേഷം തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതിനു മുൻപത്തെ UDF സർക്കാരിനേക്കാളും വലിയ സ്പീഡിലായിരിക്കും, 100-ൽ അങ്ങ് കത്തിച്ചു വിടും. ആ ഒരു സ്പീഡിലായിരിക്കും പിന്നീട് അങ്ങോട്ട് നടപ്പാക്കൽ. +2 നടപ്പാക്കിയിട്ട് എന്തുണ്ടായി? +2 നല്ല വൃത്തിയായി പോകുന്നുണ്ട്, കുട്ടികൾ നന്നായി പഠിച്ചിറങ്ങുന്നുണ്ട്. അപ്പോൾ അന്ന് വേണ്ട എന്ന് വെച്ചതിന് ശേഷം വേണം എന്ന തീരുമാനത്തിലേക്ക് എത്താൻ എടുക്കുന്നത് പക്ഷേ വർഷങ്ങളാണ് എന്നുള്ളതാണ് പ്രശ്നം. അന്ന് പക്ഷേ 91-ഉം 96-ഉം തമ്മിലുള്ള ഡിഫറൻസോ, അല്ലെങ്കിൽ 2001-ഉം 2006-ഉം തമ്മിലുള്ള 5 വർഷത്തെ ഡിഫറൻസ് അല്ല, ഇവിടെ 9 വർഷത്തെ ഡിഫറൻസ് ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. 2011-ൽ തത്വത്തിൽ ഇതേക്കുറിച്ചുള്ള ആലോചനകൾ നടക്കുന്നു. 2016-ലെ ആഗോള വിദ്യാഭ്യാസ സംഗമം, അന്ന് UDF സർക്കാർ കൃത്യമായിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ പരിപാടികളിലേക്കും എത്തിയതാണ്. അത് അങ്ങ് സ്റ്റാൻഡ് സ്റ്റില്ലിലാക്കിയതിനു ശേഷം, അതുകൊണ്ടാണ് ഈ ട്യൂബ്ലൈറ്റ് എന്ന് പ്രതിപക്ഷം വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് പ്രതിപക്ഷത്തെ ഇക്കാര്യത്തിൽ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. ഈ നയം മാറ്റം കാരണം ഉണ്ടാക്കിയ നഷ്ടമെന്ന് പറയുന്നത് സമയനഷ്ടം കൂടിയാണ്. അതുകൂടി നമ്മൾ നോക്കണം. ഈ കേന്ദ്ര സർക്കാർ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി ഈ UGC ചട്ടക്കൂടൊക്കെ വിദേശ സർവകലാശാലകൾക്ക് ഉണ്ടാക്കിയപ്പോൾ അതിനെക്കുറിച്ച് താങ്കൾ സൂചിപ്പിച്ചല്ലോ. ആ സമയത്താണ്, അതിന്റെ തൊട്ട് തലേ വർഷമാണ് 2022-ലാണ് എന്ന് തോന്നുന്നു, നവകേരളം നയം മാറ്റം എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതേക്കുറിച്ച് ഹിന്റ് ചെയ്തിരുന്നു. അന്നെങ്കിലും തുടങ്ങാമായിരുന്നു. അതെ, അന്ന് തുടങ്ങാമായിരുന്നു. അല്ലെങ്കിൽ അന്ന് ഇതുപോലെ ഒരു ബില്ല് കൊണ്ടുവരാമായിരുന്നു. അന്ന് ഒന്നാം പിണറായി വിജയൻ സർക്കാരാണ്, രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 1ാമത്തെ വർഷമാണ്. അപ്പോൾ കുറച്ചുകൂടി ഒരു 3 വർഷം മുമ്പെങ്കിലും തുടങ്ങാമായിരുന്നു. അപ്പോഴും അതേക്കുറിച്ച് കൂടുതൽ നീക്കങ്ങളിലേക്ക് പോകുന്നില്ല. വീണ്ടും ഇപ്പോൾ 2ാം പിണറായി വിജയൻ സർക്കാർ അവസാനിക്കാറാകുമ്പോഴേക്കാണ് ഒരുപക്ഷെ 3ാം പിണറായി വിജയൻ സർക്കാർ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടാകണം അപ്പോഴേക്കും ഞങ്ങൾക്കിത് നടപ്പാക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയോടെ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ കാലാനുസൃതമായ മാറ്റം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ ഈ സമയമെടുത്തുള്ള തീരുമാനമെടുക്കൽ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെയും കണ്ടിട്ടുള്ളതാണ്. അത് UDF കൊണ്ടുവരുമ്പോൾ അതേപടി അംഗീകരിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു എതിർപ്പായിരിക്കാം. എന്തായാലും ഇപ്പോൾ മാറ്റം വന്നത് നല്ലതാണ്. ഇനിയെങ്കിലും രാജ്യത്തിനൊപ്പം പോവുക. കേരളം വേറൊരു രാജ്യമാക്കി ഞങ്ങൾ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ, ഞങ്ങളുടെ മോഡൽ കേരള മോഡൽ എന്ന് പറയാതെ കൃത്യമായ തീരുമാനങ്ങൾ കൃത്യമായ സമയത്തെടുക്കുക. ഇനി ഇങ്ങനെ തീരുമാനങ്ങളൊന്നും വൈകിപ്പിക്കില്ല എന്ന പ്രതീക്ഷയോടെ ഞാൻ ഉപസംഹരിക്കുന്നു. ഈ 37% ബിരുദ കോഴ്സുകളിലെ വിദ്യാർത്ഥികളുടെ സീറ്റ് ഒഴിഞ്ഞുകിടക്കുക എപ്പോഴും. അതിൽ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി
പല കോളേജുകളിലും വിദ്യാർത്ഥികൾ പഠിക്കാൻ വരാത്ത സാഹചര്യം കൂടിയുണ്ട്. ഇവിടേക്കാണ് ഇനിയൊരു സ്വകാര്യ സർവകലാശാല വരുന്നത്. ബാക്കിയുള്ള കോഴ്സുകളുടെ അവസ്ഥ കണ്ടറിയണം കോശി എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. ഞാനതിനെ നെഗറ്റീവായിട്ട് കാണുന്നില്ല. കാരണം ഈ സ്ഥാപനങ്ങൾ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് സീറ്റുകൾ വെറുതെ കിടക്കുകയാണ്. അപ്പോൾ വളരെ കോമ്പറ്റീറ്റീവായ ഒരു സംവിധാനത്തിന് വേണ്ടി കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗം തയ്യാറെടുക്കേണ്ടതുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് പോകാം. അനുസൃതമായ മാറ്റമോ എന്നായിരുന്നു ചോദ്യം. കാലാനുസൃത മാറ്റമാണെന്ന് സുജയാണ് പറയുന്നത്. അതെ അതെ, ഞാൻ സർക്കാരിനൊപ്പമാണ്. കാരണം ഇക്കാര്യത്തിൽ ഇനിയും തിരുത്താതെ മുന്നോട്ട് പോകുകയല്ലോ. അഭിപ്രായ ഇരുമ്പിലൊക്കെ അല്ല, ഇടത് സർക്കാർ ആ തീരുമാനം മാറ്റിയല്ലോ. അതിപ്പോ കാലാനുസൃതമായിട്ട് മാറ്റമല്ലല്ലോ, അല്ല ഇനി ചെയ്യാതിരിക്കാൻ പറ്റില്ല അരുൺ സാർ. അത് അനിവാര്യമായ മാറ്റം, അനിവാര്യമാണ്. കാലാനുസൃതം എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് കാലം കഴിഞ്ഞുപോയി, പക്ഷേ എങ്കിലും ബെറ്റർ ലേറ്റ്. അങ്ങനെ ഇടതുപക്ഷത്തിന്റെ കാലമൊന്നും കഴിഞ്ഞു പോയിട്ടില്ല. ഇടതുപക്ഷത്തിന്റെ കാലം എന്നല്ല ഞാൻ പറഞ്ഞത്. സാഹചര്യങ്ങളുടെ കാലം കഴിഞ്ഞു എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സാധ്യതയുടെ കാലം കഴിഞ്ഞുപോയി. ആ സാധ്യതയുടെ കാലം കഴിഞ്ഞിട്ടും വന്നതിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ വൈകി വന്ന മാറ്റമാണ്, നമ്മളൊരു ചാൻസ് കൊടുക്കാം. വൈകി വന്ന മാറ്റമാണ്, വൈകി വന്ന മാറ്റമാണെന്ന അഭിപ്രായം താങ്കൾക്കില്ലേ? വൈകിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണല്ലോ. അപ്പോൾ യെസ് എന്ന് ഒരാൾ, നോ എന്ന് 2. Meet the editors.